ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ചെറിയൊരു കിച്ചൺ ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പും അതുപോലെ സിങ്കും എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കൗണ്ടർ ടോപ്പും സിങ്കൊക്കെ നമ്മൾ എന്നും ക്ലീൻ ചെയ്യുന്നതല്ലേ, അതെന്താ ഇത്ര കാണിക്കാമെന്ന്. പക്ഷേ അതല്ല, കൗണ്ടർ ടോപ്പിൽ എണ്ണമയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പല തവണ തുടച്ച് മാറ്റിയാലും പിന്നെയും എണ്ണമയം കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലീനിങ്ങിൽ തന്നെ നമുക്ക് എണ്ണമയമൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ സിങ്ക് നമ്മൾ എന്നും കഴുകുന്നത് തന്നെയാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഴുക്ക് പിടിച്ചിട്ട് എന്താ പറയുക, സിങ്കിൻ്റെ ഒരു കളറൊക്കെ മങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പള മിന്നുന്ന സിങ്കും അതുപോലെ കൗണ്ടർ ടോപ്പും നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലെ എണ്ണമയം എങ്ങനെ ഒറ്റ ക്ലീനിങ്ങിൽ തന്നെ തുടച്ചെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഒഴിഞ്ഞ ലിക്വിഡിൻ്റെ ബോട്ടിലെടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വരെ ലിക്വിഡ് ഒഴിക്കുക. അതിനുശേഷം ആ ലിക്വിഡിലോട്ട് 3/4 ഭാഗം വരെ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക. ഷെയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. ആ പത നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ലിക്വിഡ് ഒഴിക്കരുത്, ഇതുപോലെ ഒന്ന് പത സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തുടക്കുന്ന കോട്ടൻ്റെ തുണി വെച്ചിട്ട് കോട്ടൺ തുണി നന്നായിട്ട് നനച്ചതിന് ശേഷം ഒറ്റ തവണ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് എണ്ണമയമൊക്കെ പോയിട്ട് കണ്ടോ, ഇതുപോലെ വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പ് നമുക്ക് സ്വന്തമാക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് എൻ്റെ സിങ്ക്. ഞാൻ എന്നും കഴുകാറുണ്ടെങ്കിലും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അതിന് നമുക്ക് വേണ്ടത്, കൗണ്ടർ ടോപ്പിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ അല്പം ബേക്കിംഗ് സോഡ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും വേണ്ട, വെറും 1 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇതിലോട്ട് 1 ലെമണിൻ്റെ പകുതിയുടെ ജ്യൂസും ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ സിങ്ക് കഴുകുന്ന ബ്രഷ് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ സിങ്ക് ഒന്ന് ഉരച്ചു കൊടുക്കണം. സ്ക്രബ്ബർ കൊണ്ടാണെങ്കിൽ അതുപോലെ ഉരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഈ സിങ്കിൻ്റെ എല്ലാ വശത്തും നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴുകാതെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ മുകൾ വശത്തും സൈഡ് വശവും ഒക്കെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് ഇത് അഴുക്കൊക്കെ ഇറങ്ങിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ എന്നും കഴുകുന്ന സിങ്ക് തന്നെയാണിത്. പക്ഷെ നമ്മൾ എത്ര കണ്ട് കഴുകിയാലും ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഴുക്ക് കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ക്ലീൻ ചെയ്തിട്ട് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. 5 മിനിറ്റിന് ശേഷം ഇതുപോലെ കഴുകിയെടുത്താൽ മതി. കണ്ടോ, ഒറ്റ തവണ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. സ്റ്റീലൊക്കെ നല്ല പളാന്ന് വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും സിങ്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിന് ശേഷം നമുക്ക് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അതിൽ കുറച്ച് ലിക്വിഡ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കാം. ബേക്കിംഗ് സോഡയുടെ അംശം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അത് പൂർണ്ണമായിട്ടും പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. സിങ്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മൾ സിങ്കൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബ്രഷായാലും അതുപോലെ സ്ക്രബ്ബറായാലും
ഈ സിങ്ക് കഴുകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. പാത്രം കഴുകുന്ന സ്പോഞ്ചോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ വെച്ചിട്ട് നമ്മൾ സിങ്ക് ഒരിക്കലും ഒരച്ച് കഴുകരുത്. കണ്ടല്ലോ, നല്ല വെട്ടി തിളങ്ങുന്ന സിങ്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി സിങ്ക് കഴുകുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. എന്നും ചെയ്യണമെന്നില്ല. എന്നും നമ്മൾ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ജസ്റ്റ് സിങ്കൊക്കെ കഴുകുമല്ലോ, അതുപോലെ കഴുകിയെടുക്കുക. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് നമ്മൾ ബേക്കിംഗ് സോഡയും അതുപോലെ ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ചെറുനാരങ്ങയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മടിക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ വരും. അത് ഇനേബിൾ ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല റെസിപ്പികളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.